കഴിഞ്ഞ ഡിസംബറിൽ 160 യാത്രക്കാരുമായിട്ട് ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ഒരു വിമാനം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനം ടേക്ക് ഓഫ് സമയത്ത് ഒരു ടയർ ബസ്റ്റ് ഉണ്ടായി. സാധാരണക്കാരുടെ എല്ലാവരുടെയും ഒരു സംശയം, ഇങ്ങനെയൊരു അപകടം സംഭവിച്ച സമയത്ത് എന്തുകൊണ്ട് വിമാനം അടിയന്തരമായിട്ട് തിരിച്ചിറക്കിയില്ല എന്നുള്ളതാണ്. ആ വിമാനത്തിൽ പ്രധാന പ്രശ്നം, അതിൽ നിറയെ ഇന്ധനമുണ്ടായിരുന്നു. ആ ഇന്ധനം തീർത്ത് വിമാനത്തിൻ്റെ വെയിറ്റ് ലാൻഡിംഗ് വേസിനുള്ളിന് കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് വിമാനം തിരിച്ചിറക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പൈലറ്റിൻ്റെ തീരുമാനം ആ വിമാനം അത്രയും സമയം പറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്ട് വരെ എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിമാനം കോഴിക്കോട്ടേക്ക് പുറപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ അടിയന്തരമായ സാഹചര്യങ്ങളിൽ വിമാനം ഓവർ വെയ്റ്റ് ലാൻഡിങ് ചെയ്യാറും ഉണ്ട്. ഈ വിമാനത്തിന് അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് വിമാനം എന്തുകൊണ്ട് കോഴിക്കോട്ട് ഇറങ്ങിയില്ല എന്നുള്ളതാണ്. കോഴിക്കോട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു ടേബിൾ ടോപ്പ് റൺവേ ആണ്. ടേബിൾ ടോപ്പ് റൺവേ സുരക്ഷിതമായ ഒരു ലാൻഡിങ്ങിന് പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അനുയോജ്യമല്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു എയർപോർട്ട് കൊച്ചിൻ എയർപോർട്ടാണ് എന്നതുകൊണ്ട് മാത്രമാണ് വിമാനം കൊച്ചിയിലേക്ക് വന്ന് ഇറങ്ങുകയും അത് വളരെ സുരക്ഷിതമായിട്ട് വിമാനം എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കയറി കാണാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.